Okay, so we'll discuss the question once. Okay. So, contiguous allocation problem. Okay. So, in contiguous allocation, we'll select the process which has to be kept in memory. Contiguous memory, that is fixed or dynamic. So, it will be given in question. Okay. Whether it is fixed or not, it will be given in question. Okay. So, we will problem നോക്കാം. ഇന്ന് ഈ problem പഠിച്ചിട്ട് വേണം നാളെ series exam problem നമുക്ക് solve ചെയ്യാൻ വേണ്ടിയിട്ട്. Okay. So, here in contiguous memory allocation, it is given that consider the sixth memory partition of size പറഞ്ഞിട്ടുണ്ട്. Okay. Size പറഞ്ഞിട്ടുണ്ട് it is fixed. Okay. Given size ആണെങ്കിൽ അത് fixed ആണ്. Okay. എന്താണ് these partitions need to be allocated to 4 processes. അപ്പോൾ ഇതാണ് നമ്മുടെ structure. Main memory structure is like this way. 200 KB, 400 KB, 600 KB, 500, 300 and 250. നമ്മുടെ മെമ്മറിനെ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫിക്സഡ് സൈസ്. As I have told, in contiguous memory allocation, it will be fixed size and variable. അതായത് സ്റ്റാറ്റിക് ഉണ്ട് ഡൈനാമിക് ഉണ്ട്. This is static. Okay, കാരണം എന്താണ് എല്ലാം ഒരു സൈസ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. This should not be, need not be equal. സൈസ് ഈക്വൽ ആവണം നിർബന്ധമില്ല. ജസ്റ്റ് മെയിൻ മെമ്മറിനെ ഡിവൈഡ് ചെയ്ത് വെച്ചാൽ മതി. Okay, that is static memory allocation. So fixed size എന്നുള്ള ഒരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൈസ് എന്നുള്ള ഒരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ just understand that it is static memory allocation. Okay, so static ആണെന്ന് മനസ്സിലായി. Okay, now you have to allocate. So for allocating, we have 3 algorithms we have studied. It is first fit, best fit and worst fit. Okay, 3 algorithms ആണുള്ളത്. നമുക്കൊരു പ്രോസസ്സിനെ കൊണ്ടുപോയി വെക്കണം അല്ലെങ്കിൽ പ്രോഗ്രാമിനെ കൊണ്ടുപോയി വെക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ആണെങ്കിൽ മെമ്മറി ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിലോട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ we have to perform either of this technique. ക്വസ്റ്റ്യനിൽ നിങ്ങളടുത്ത് 3 ടെക്നിക്കും ചോദിച്ചിട്ടുണ്ട്. Okay, perform according to these 3 algorithm എന്നാണ് ചോദിച്ചിട്ടുള്ളത്. So there are 4 process. Okay, what is the size of process? It is given as P1 equal to 357. 357 KB, 2110, 468, 491. So what you have to do? ഈ 4 പ്രോസസ്സിനെ നിങ്ങൾക്ക് മെയിൻ മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യണം based on these 3 algorithm. Okay, so first fit algorithm എന്താ ചെയ്യുക? ബിഗ് പാർട്ടീഷൻ. ഓക്കെ, ഏറ്റവും വലിയ പാർട്ടീഷൻ ഏതാണോ, ഏറ്റവും വലിയ പറഞ്ഞാൽ കാണുമ്പോൾ ആ ഒരു പ്രോസസ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയ പാർട്ടീഷൻ ഏതാണോ ദാറ്റ് വിൽ ബി അലോക്കേറ്റഡ്. ഓക്കെ, ഇപ്പൊ 357 KB ആണെങ്കിൽ അതൊരു എവിടെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റും? ഒരു 400 അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, 400 അലോക്കേറ്റ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ. അപ്പൊ അതാണ് ഫസ്റ്റ് ഫിറ്റ്. ബെസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട അത്യാവശ്യം വേണ്ട സൈസ് എത്രയാണ്? ഇപ്പൊ 357 ആണെങ്കിൽ അവിടെ ഒരു 380 ഉണ്ടെങ്കിൽ ആ 380 ആയിരിക്കും ബെസ്റ്റ് ഫിറ്റ് അലോക്കേറ്റ് ചെയ്യുക. ഓക്കെ, നിയർ ടു ദാറ്റ് സൈസ്, ഗ്രേറ്റർ ദാൻ ആയിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ആൻഡ് നിയർ ടു ദാറ്റ് സൈസ് പ്രോസസ്സിന്റെ സൈസ് ആണെങ്കിൽ അതാണ് ബെസ്റ്റ് ഫിറ്റ് ചെയ്യുക. വേസ്റ്റ് ആണെങ്കിൽ ഏറ്റവും വലിയ സൈസ് ഏതാണോ ദാറ്റ് വിൽ ബി അലോക്കേറ്റഡ് ഫസ്റ്റ്. പ്രോസസ്സിന്റെ സൈസ് ചെറുതായിരിക്കും, പക്ഷെ മെമ്മറി ഏറ്റവും വലിയത് കൊണ്ടുപോയി അലോക്കേറ്റ് ചെയ്യും. അപ്പൊ അതാണ് വേസ്റ്റ് ഫിറ്റ് അൽഗോരിതം. സോ നോക്കാം, ഇൻ ഫസ്റ്റ് ഫിറ്റ് എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നോക്കൂ, നമുക്ക് 357 എന്ന് പറഞ്ഞ പ്രോസസ്സ്, P1 എന്ന് പറഞ്ഞ പ്രോസസ്സ് 357 KB ആണ്. സോ സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് 200 KB is the ലൊക്കേഷൻ. 200 എന്തായാലും വെക്കാൻ പറ്റില്ല. സോ നെക്സ്റ്റ് ലൊക്കേഷൻ നോക്കും. നെക്സ്റ്റ് ലൊക്കേഷൻ 400 ആണ്. 400 ഓക്കെ ആണ്, ബിക്കോസ് ഇറ്റ് ക്യാൻ അക്കോമഡേറ്റ് 357 KB. ബാക്കിയുള്ള സ്പേസ് ഉണ്ടാവും, ദാറ്റ് ഈസ് ഹോൾ. ഇറ്റ് ഈസ് കൺസിഡേർഡ് എസ് എ ഹോൾ അല്ലെങ്കിൽ വേക്കൻറ്റ് സ്പേസ് ആണ്. എന്താണ്? ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ ആണ് അവിടെ വരുന്നത്. സ്റ്റാറ്റിക്കലി ഇന്റേണൽ ആണ്. സോ P1ന് 357 KB വേണ്ടുള്ളൂ, ബാക്കി എന്തായിരിക്കും? ഫ്രീ ആയിട്ട് കിടക്കും. ഓക്കെ, P1 ഓക്കെ ആയി. ഇനി എന്താണ് നെക്സ്റ്റ്? P2ന്റെ സൈസ് എത്രയാണ്? 2110. ഓക്കെ, 2110 ആണ് സൈസ്. സോ എന്ത് ചെയ്യും? സ്റ്റെപ്പ് 2ൽ സ്കാൻ ചെയ്യും. 2110. സോ 200 KB is not okay. P1 ഓൾറെഡി നമുക്ക് എന്താണ്? ഫില്ല് ആണ്. സോ അതിന് നോക്കേണ്ട ആവശ്യമില്ല. അവിടെ വേക്കൻറ്റ് സ്പേസ് ഉണ്ടെങ്കിലും നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല സ്റ്റാറ്റിക്കിന്റെ കേസിൽ. ഓക്കെ, P1 നോക്കണ്ട. നെക്സ്റ്റ് ലൊക്കേഷൻ ഏതാണ്? നെക്സ്റ്റ് 600 ആണ് കാണുന്നത്. സോ എന്താണ്? നമുക്ക് 2110 എന്ന് പറഞ്ഞിട്ടുള്ള സൈസ് നമുക്ക് ഇവിടെ അലോക്കേറ്റ് ചെയ്യാം. കാരണം ഫസ്റ്റ് കാണുന്ന സൈസ് ഏതാണോ ആ സൈസിൽ അങ്ങ് അലോക്കേറ്റ് ചെയ്യും ഫസ്റ്റ് ഫിറ്റ് അൽഗോരിതം. അതായത് നമുക്ക് 2110 KB വേണ്ടുള്ളൂ, ബട്ട് സ്കാൻ ചെയ്യുമ്പം 200 ഓക്കെ അല്ല, 400 ഓൾറെഡി അക്കോമഡേറ്റഡ് ബൈ P1. നെക്സ്റ്റ് ലൊക്കേഷൻ ഇസ് 600 KB. സോ ആ 600 എന്ന് പറഞ്ഞ പൊസിഷനിൽ P2നെ വെക്കാം. Okay, there also internal fragmentation will be there, more memory wastage will be there. Okay, അതാണ്
സെക്കൻഡ് കേസിൽ. ഇനി P3 എന്ന് പറഞ്ഞത് എന്താണ്? 468 KB ആണ്. അപ്പൊ 468 എന്ന് പറയുമ്പോൾ ഒരു 500-600 റേഞ്ചിൽ നമുക്ക് വേണം. ഓക്കെ, നോക്കൂ, സ്റ്റാർട്ട് ഫ്രം 200 പറ്റില്ല, 400-600 അക്കോമഡേറ്റഡ്, ദെൻ ലെഫ്റ്റ് ഈസ് 500. ഓക്കെ, 500 ബാക്കിയുണ്ട്. സോ ആ 500 നമുക്ക് എന്ത് ചെയ്യാം? ഈ 468 KB നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാം. ഓക്കെ, there also some wastage will be there, hole will be created due to internal fragmentation. Okay, അതുമായി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് P4 is 491 KB. ഓക്കെ, 491 KB ആണ്. അപ്പൊ നമ്മൾ സ്കാൻ ചെയ്തു, ഇവിടെ പറ്റില്ല, these all are accommodated, then left out is 300 and 250. സോ അവിടെയൊന്നും നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ P4 cannot be allotted to memory. ഓക്കെ, ഇനി സപ്പോസ് നമുക്കൊരു എന്താണ്, ഒരു സ്മോൾ സൈസ് മെമ്മറിയാണ് വന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ സീരീസ് എക്സാം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഡിവിഷൻ ചെയ്തു. രണ്ട് പ്രോസസ്സിന് ഒരു സ്ലോട്ട് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ് ഈസ് പാർട്ടീഷൻഡ് ഇൻടു ഫിക്സഡ് സൈസ്. സോ അറ്റ് എ ടൈം വൺ പ്രോസസ് ക്യാൻ ആക്സസ് ദാറ്റ് ഏരിയ. ഓക്കെ, അതിന്റെ ലെഫ്റ്റ് ഔട്ട് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രീ ആണ്, ഹോൾ ആയിട്ട് അവിടെ കിടക്കും. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ. അപ്പൊ അവിടെ നിങ്ങൾ P3, P4 ഇടാൻ പാടില്ല. ഇവൻ ദോ ഇപ്പൊ P4 ഒരു 25 KB ആണെങ്കിൽ അത് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാം. സപ്പോസ് നിങ്ങൾ സീരീസ് എക്സാമിന്റെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ P4 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് റോങ്. ഓക്കെ, സ്റ്റാറ്റിക് അലോക്കേഷൻ ആണ്, അവിടെ ഫിക്സഡ് സൈസ് ബ്ലോക്ക് ആണ്. സോ ഒരു ബ്ലോക്കിൽ ഒരു പ്രോസസ്സിന് വെച്ചിട്ട് മാത്രം കൊടുക്കുക. സോ ഇവിടെ P4 ഷുഡ് വെയിറ്റ് അണ്ടിൽ ഒരു 500 KB or 600 KB ഫ്രീ ആവുന്നവരെ P4 എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. കാരണം P4ന്റെ സൈസ് 491 ആണ്. ദാറ്റ് ഇസ് നിയർ ടു 500. സോ 500 ലൊക്കേഷൻ അല്ലെങ്കിൽ 600 KB ഫ്രീ ആയാൽ മാത്രമേ P4 അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനിടയിലെ ബാക്കിയുള്ള സ്പേസ് നിങ്ങൾ ബോദർ ആവേണ്ട ആവശ്യമില്ല സ്റ്റാറ്റിക്കിന്റെ കേസിൽ. ഓൺലി ഇൻ സ്റ്റാറ്റിക്. ഡൈനാമിക്കിന്റെ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. സ്റ്റാറ്റിക്കിന്റെ കേസിൽ യു ഷുഡ് നോട്ട് കൺസിഡർ ദ ഹോൾ. കാരണം എന്താ, അവിടെ ഒരാൾ വന്നു, അവിടെ ബാക്കിയുള്ള സ്പേസ് വേക്കന്റ് ആണ്, അവിടെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ദിസ് ഈസ് ദ അലോക്കേഷൻ യൂസിങ് ഫസ്റ്റ് ഫിറ്റ് അൽഗോരിതം. ഈസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് വേഗം മെസ്സേജ് ചെയ്തേ. ഫസ്റ്റ് ഫിറ്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? എല്ലാവരും ഒന്ന് മെസ്സേജ് ചെയ്തേ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതേഴ്സ്, നിഹാൽ, അഭിഷേക്, ലിയാന, മറിയം ലിയാന, ഷബിൻ. Okay, good. Next is best fit. So best fit is the actually by name it is the best algorithm. Okay, best fit നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കി P1 എന്ന് പറഞ്ഞ പ്രോസസ്സ്. ഓക്കെ, P1 എന്ന് പറഞ്ഞ പ്രോസസ്സ് എത്രയാണ് വേണ്ടത്? 357 ആണ് വേണ്ടത് അല്ലെ? 357. ഓക്കെ, 357. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? 357 സ്കാൻ ചെയ്തു. ഓക്കെ, സ്കാൻ ചെയ്യുമ്പോൾ ഫുൾ പാർട്ടീഷൻ സ്കാൻ ചെയ്യും. ഓക്കെ, 1 by 1 ആയി. നമ്മൾ ഫസ്റ്റ് ഫിറ്റിന്റെ കേസിൽ 1 by 1 ആയിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ അൽഗോരിതം ഫസ്റ്റ് സ്കാൻസ് ഓൾ ദ പാർട്ടീഷൻ. എല്ലാ പാർട്ടീഷനും ആദ്യമേ ഒന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, ഓരോ പ്രാവശ്യം ചെക്ക് ചെയ്യും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇത് ചെക്ക് ചെയ്യും, അവിടെ ഇല്ലെങ്കിൽ അടുത്തത്, അവിടെ ഇല്ലെങ്കിൽ അടുത്തത്, അങ്ങനെ 1 by 1 ആയിട്ടാണ് ഫസ്റ്റ് ഫിറ്റിൽ പോകുന്നത്. ഇവിടെ ബെസ്റ്റ് ഫിറ്റിൽ ഫസ്റ്റ് ഓഫ് ഓൾ ദേ വിൽ സ്കാൻ ഓൾ ദ പാർട്ടീഷൻ. എന്നിട്ട് അതിൽ ബെറ്റർ ഏതാണോ, അതിൽ ബെസ്റ്റ് ഏതാണ്, അതാണ് അലോക്കേറ്റ് ചെയ്യുക. ഓക്കെ, സോ നോക്കൂ, 200, 400, 600, 500, 300, 250. ഇതില് 357 അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലേസ് എന്താണ്? 400 KB ആണ്. കാരണം 357 is near to 400. ഓക്കെ, സോ P1 ആണ്. P1 നമുക്ക് 400 KB വെക്കാം. കാരണം എല്ലാ ലൊക്കേഷനും നോക്കിയിട്ട് അവിടെ നിയർ ടു ദാറ്റ് വാല്യൂ ഏതാണ്? 357ന്റെ നിയർ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ഓൾവേസ്. ഓക്കെ, നിയർ വാല്യൂ എന്ന് പറയുന്നത് 400 ആണ്. അപ്പൊ P1 അവിടെ വന്നു. ഇനി നെക്സ്റ്റ് P2ന്റെ സൈസ് എത്രയാ? 2110 ആണ്. ഓക്കെ, 2110 എഗെയിൻ എന്ത് ചെയ്യും? അവർ ഫുൾ ലൊക്കേഷൻ സ്കാൻ ചെയ്യും. എന്തായാലും 400 ബ്ലോക്ക് ആയി പറ്റില്ല. സോ നെക്സ്റ്റ് കംപ്ലീറ്റ് ലൊക്കേഷൻ സ്കാൻ ചെയ്യുമ്പം ദേ ഗോട്ട് ദാറ്റ് 250 is the best. ഓക്കെ, 2110 ആണ് നമുക്ക് എവിടെ വരെ അക്കോമഡേറ്റ് ചെയ്യാം? 250 വരെ കൊടുക്കാം. ബാക്കി ഒരു 40 KB അവിടെ ഇന്റേണൽ ഹോൾ ആയിട്ട് ക്രിയേറ്റ് ആവും. ഓക്കെ, ഇറ്റ് ഡസന്റ് മാറ്റർ. ഓക്കെ, അപ്പൊ P2 ആയി. നെക്സ്റ്റ് P3 is 468 KB. ഓക്കെ, P3 468 ആണ്. അപ്പോൾ 468 എന്ന് പറയുമ്പോൾ അൽഗോരിതം ഒന്നും കൂടെ ഫുൾ സ്കാൻ ചെയ്തു. P1 and P2 ബ്ലോക്ക്ഡ്. ഓക്കെ, നെക്സ്റ്റ് 468 എന്ന് പറയുമ്പോൾ നിയർ വാല്യൂസ് 500.
ഓക്കെ 468 അടുത്തുള്ള വാല്യൂ 500 ആണ്. ഒരിക്കലും 600 കൊടുക്കില്ല. 500 ആണ് നിയർ വാല്യൂ. സോ P3 വിൽ ബി അലോട്ടഡ് ടു 500 KB. നെക്സ്റ്റ് P4. P4ന്റെ സൈസ് എത്രയാണ്? 491. ദാറ്റ് ഓൾസോ നിയർ ടു 500. പക്ഷെ നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ 500 ഓൾറെഡി അലോട്ടഡ്. പിന്നെ അതിന് നിയർ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ആകെ 600 KB ആണ്. ഓക്കെ നിയർ ടു ദാറ്റ് ലൊക്കേഷൻ. സോ 600 വിൽ ബി അലോക്കേറ്റഡ്. ഓക്കെ അപ്പൊ ഈ ഒരു മെത്തേഡിൽ ഓൾ ദ 4 പ്രോസസ് ആർ ബീങ് അലോട്ടഡ് മെയിൻ മെമ്മറി. കണ്ടോ എന്താണ് ചെയ്യുന്നത്? എല്ലാ ലൊക്കേഷനും സ്കാൻ ചെയ്യുക, അതിൽ ബെസ്റ്റ് നിയർ വാല്യൂ ഏതാണോ ദാറ്റ് വിൽ ബി അലോക്കേറ്റഡ്. ദാറ്റ് ഈസ് ബെസ്റ്റ് ഫിറ്റ് അൽഗോരിതം. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ബെസ്റ്റ് ഫിറ്റ് മനസ്സിലായോ? അപ്പൊ ഇവിടെ വെയിറ്റിംഗ് ഒന്നുമില്ല, ബിക്കോസ് ഓൾ ദ 4 പ്രോസസ് ആർ അലോക്കേറ്റഡ് ടു മെയിൻ മെമ്മറി. മനസ്സിലായോ? നിയർ വാല്യൂ ഫുൾ സ്കാൻ ചെയ്യുക, നിയർ വാല്യൂ എടുക്കുക. ഫസ്റ്റ് ഫിറ്റില് 1 by 1 ആയിട്ട് നോക്കുക. സ്റ്റാർട്ടിങ് മുതൽ തന്നെ 1 by 1 ലൊക്കേഷൻ നോക്കുക. അതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവിടെ വെക്കും. ഫസ്റ്റ് കാണുന്നിടത്ത് വെക്കും. ദാറ്റ് ഇസ് ഫസ്റ്റ് ഫിറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ബെസ്റ്റ് ഫിറ്റ് ക്ലിയർ ആണെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തേ. ഓക്കെ ദെൻ Rohit only messaged. Others Safil, Abhishek, Aditya, Arpid, Nihal, Nasif. Okay. Very important. Easy ആയിട്ട് 9 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ അൽഗോരിതം ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എവിടെ പ്രോബ്ലം ഉണ്ടോ ആ പ്രോബ്ലം പഠിക്കുക. കാരണം ബേസിക് കാൽക്കുലേഷൻ ആണ്. ഓക്കെ ബേസിക് ലോജിക് ആണ്. സോ പ്രോബ്ലം ഒരാളും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഡയറക്റ്റ് ആയിട്ട് ഒരു 5, 6 അല്ലെങ്കിൽ 9 മാർക്സ് വരെ പ്രോബ്ലത്തിന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം ഒരു ചാപ്റ്ററിന്. ഓക്കെ നെക്സ്റ്റ് ഇസ് വേർസ്റ്റ് ഫിറ്റ്. വേർസ്റ്റ് ഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക? വാട്ട് ഇസ് ദ സ്റ്റെപ്പ്? വേർസ്റ്റ് ഫിറ്റ് അൽഗോരിതം ഇറ്റ് ഫസ്റ്റ് സ്കാൻസ് ഓൾ ദ പാർട്ടീഷൻ. ഇവരും എന്തിനാ ചെയ്യണേ? ഇറ്റ് സ്കാൻസ് ഓൾ ദ പാർട്ടീഷൻ ബട്ട് അലോക്കേറ്റ്സ് ലാർജസ്റ്റ് സൈസ്. ആ ഒരു പാർട്ടീഷനിൽ വരുന്ന ഏറ്റവും ലാർജസ്റ്റ് സൈസ് ഏതാണോ അതാണ് ഫസ്റ്റ് അലോട്ട് ആവുക. ദാറ്റ് ഇസ് വേർസ്റ്റ് ഫിറ്റ്. ബെസ്റ്റ് ഫിറ്റ് എന്തായിരുന്നു? ഇറ്റ് ഓൾസോ സ്കാൻസ് ഓൾ ദ പാർട്ടീഷൻ ബട്ട് ഇറ്റ് വിൽ അലോക്കേറ്റ് ദ നീഡ്. അല്ലെ അവരുടെ നീഡ് അനുസരിച്ചിട്ട് അലോക്കേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ മാക്സിമം എത്ര വേണം ആ ഒരു നീഡ്. ഇപ്പൊ 258 ആണെങ്കിൽ ഒരു 300 കൊടുക്കും. ബട്ട് ഇവരെന്താ ചെയ്യുക? ആ ഒരു പാർട്ടീഷനിൽ ഏറ്റവും വലിയ സൈസ് ഏതാണോ ആ സൈസ് ആണ് അലോട്ട് ചെയ്യുക. ഓക്കെ സോ നോക്കൂ P1 എന്ന് പറഞ്ഞ പ്രോസസ്സിന് ആക്ച്വലി 357 ആണ് സൈസ്. 357 KB ആണ്. സോ ഇറ്റ് വിൽ സ്കാൻ ദ പാർട്ടീഷൻ. ഓക്കെ അതിൽ ഏറ്റവും വലുത് ഏതാ? 600 ആണ് ഏറ്റവും വലുത്. ഓക്കെ സോ P1 വിൽ ബി അലോട്ടഡ് ടു 600 KB. കാരണം എന്താ? പാർട്ടീഷനിൽ ഏറ്റവും വലിയ ആരാണോ അതിലോട്ടാണ് കൊടുക്കുക. സോ P1 600 കൊടുത്തു. നെക്സ്റ്റ് P2 ഈസ് ആക്ച്വലി 2110 KB. 2110 KB ഉള്ളൂ. ഓക്കെ ബട്ട് ഇറ്റ് വിൽ സ്കാൻ ദ അൽഗോരിതം ആൻഡ് ഇറ്റ് ഫൈൻഡ്സ് ദാറ്റ് 500 ഇസ് ദ നെക്സ്റ്റ് സൈസ്. ഏറ്റവും നെക്സ്റ്റ് വലിയ സൈസ് ഏതാണ്? 500 ആ. സോ 2110 KB എവിടെ കൊടുക്കും? 500. റെസ്റ്റ് മെമ്മറി വേസ്റ്റേജ് ആണ്. ഓക്കെ അതിനിടയിൽ പോയിട്ട് വേറെ ആൾക്കാരെ കൊടുക്കാൻ പാടില്ല. ആ 500 KB കംപ്ലീറ്റ് ആയിട്ട് P2 കൊടുക്കും ആൻഡ് ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ വിൽ ബി ദെയർ. നെക്സ്റ്റ് P3ന്റെ കേസിൽ ഇറ്റ് ഈസ് 468 KB. ഓക്കെ P3 468 ആണ്. സോ ഇറ്റ് വിൽ സ്കാൻ ദ പാർട്ടീഷൻ. അതിൽ 468 എന്ന് പറയുമ്പോൾ ഒരു 500 മിനിമം വേണം. ബട്ട് ഓൾറെഡി 500 ആൻഡ് 600 ആർ അലോട്ടഡ്. സോ ഇനി ഒരു സ്പേസ് ഇല്ല. ഓക്കെ ഒരു സ്പേസ് ഇൻഡിവിജ്വലി സ്പേസ് ഉണ്ട് ബട്ട് എന്തില്ല? ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് 468 ഓ 491 കൂടുതലുമായിട്ടില്ല. സോ P3 cannot be allotted. 468 KB ആണ് വേണ്ടത്. അതിവിടെ ഇല്ല. കാരണം അതിന് പറ്റിയത് 500ഉം 600ഉം ആണ്. ബട്ട് ദാറ്റ് ഈസ് ഓൾറെഡി അലോട്ടഡ്. സിമിലർലി P4ൻ്റെത് 491 ആണ് സൈസ്. 491ന് നമുക്ക് എന്ത് വേണം? സ്കാൻ ചെയ്യുമ്പോൾ എന്തില്ല? ഗ്രേറ്റർ സൈസ് ഇല്ല. ഓക്കെ 491 എന്ന് പറയുമ്പോൾ either 500 or 600 പാർട്ടീഷൻ ആണ് വേണ്ടത്. That also got allotted. So here P3 and P4 cannot be allocated the memory. So അതാണ് വേർസ്റ്റ് ഫിറ്റ്. ഏറ്റവും വലിയ ലൊക്കേഷൻ അത് ആദ്യമേ അങ്ങ് കൊടുക്കും. Whether the process is small or big, it doesn't matter. ഏറ്റവും വലിയ സ്പേസ് അങ്ങ് അലോട്ട് കൊടുക്കും. Okay, that is worst fit. So comparatively worst fit algorithm ആണ് പെർഫോമൻസിൽ ലോ ആയിട്ട് കിടക്കുന്നത്. Okay, first and best sometimes near to performances almost same ആയിട്ട് വരും ചില കേസിൽ.
Okay, but worst fit in the proportion, it is low. Performance low ആണ്. എന്തുകൊണ്ടാണ്? അപ്പോൾ നോക്കൂ, 2 processes എന്ത് ചെയ്യേണ്ടി വന്നു? വെയിറ്റ് ചെയ്യേണ്ടി വന്നു. Even though there are many other partition, they have to wait. Is it clear? Worst fit clear ആയോ? So നിങ്ങൾ സീരീസ് എക്സാമിന് ചെയ്തതുപോലെ P2, P3 അങ്ങനെ കൊടുക്കാൻ പാടില്ല. Even though there is some space within this block, it is caused due to internal fragmentation. അപ്പോൾ അത് അവിടെ ഫ്രീ ആയിട്ട് തന്നെ കിടക്കും. That is a problem. Okay, internal fragmentation ഒക്കെ പ്രോബ്ലം ആണ്. അതിനാണ് ബെസ്റ്റ് ഫിറ്റ് മാക്സിമം ബെസ്റ്റ് ഫിറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത് സ്റ്റാറ്റിക്കലി. Okay, preferred is best fit algorithm. Okay, clear ആണോ? Clear ആണോ? 3 algorithms. So just ഒരു ലോജിക് കിട്ടിക്കഴിഞ്ഞാൽ നീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാൻ പറ്റും. Okay, so next is another question of dynamic allocation. Okay, static നമ്മൾ പറഞ്ഞു ഫിക്സഡ് ആയിട്ട് നമ്മൾ വെക്കുന്നു. ഡൈനാമിക്കിന്റെ കേസിൽ ജസ്റ്റ് ഒരു മെമ്മറി ഉണ്ട്. ഓക്കെ, മെമ്മറി ഉണ്ടാവും, ആ മെമ്മറി നമ്മൾ സൈസ് ആക്കിയിട്ട് വെക്കില്ല. ഓക്കെ, പ്രോസസ്സിന്റെ സൈസ് എത്രയാണോ അത്രയും നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഫിക്സഡ് ആയിട്ട് നമ്മൾ സൈസ് ആക്കി കൊടുക്കുന്നില്ല, പ്രോസസ്സിന്റെ സൈസ് എത്രയാണോ അത്രയും അലോട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഡിവിഷൻ നോക്കൂ, ഇവിടെ 50K ഉണ്ട്. ഓക്കെ, 50K, ഇവിടെ ഒരു 150K ഒരു പ്രോസസ് ഉണ്ട്. Okay, this circle represents that there is some process there. Okay, so in 50K there is some one process, in 150K also there is one process, in 300K also one process is there. ഇനി അപ്പോൾ ബാക്കി വരുന്ന കുറച്ച് സ്പേസ് ഉണ്ട്, അത് ജസ്റ്റ് മെഷർ ചെയ്തത് 75K-യും 175K-യും ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ here there are 4 process, 25K, 50K, 100K, 75K, 4 പ്രോസസ് ഉണ്ട്. നമുക്ക് ഇവിടെ അലോക്കേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഫ്രീ സ്പേസ് ഏതാണ്? 75 and 175 ആർ ദ ഫ്രീ സ്പേസ്. ഓക്കെ, കാരണം എന്താ, അല്ലാതെ 3 പ്ലേസിൽ പ്രോസസ് ഓൾറെഡി ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. കാരണം എന്താ, ഇവിടെ 50K-ക്ക് എത്ര സ്പേസ് വേണോ അത് അവരെടുത്തു, 150K എത്ര വേണോ അത് അവരവിടെ കൊടുത്തു, 300-നും കൊടുത്തു. റെസ്റ്റ് ഓഫ് ദ സ്പേസ് ആണ് ഈ 75-ഉം 175K എന്ന് പറയുന്നത്. ഓക്കെ, മറ്റേ ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ട് അവർ പറയും ദ മെമ്മറി 6 മെമ്മറി പാർട്ടീഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് അവർ പറയും. സോ ഹിയർ ജസ്റ്റ് ദ ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് ദിസ് ഓൺലി. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാലും യു ഹാവ് ടു റൈറ്റ്. സോ മെയിൻലി നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് വേ. ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി വരുന്നത്. സോ സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും യു ഹാവ് ടു റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു പാർട്ടീഷൻ തന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഇഫ് ദിസ് പാർട്ടീഷൻ ഇസ് ഗിവൺ, okay, you have to accommodate 4 processes. ഏതൊക്കെയാ? 25, 50, 100, 75 using first fit and best fit. Okay, അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് which algorithm can optimally satisfy this requirement? ഫസ്റ്റ് ഫിറ്റും ബെസ്റ്റ് ഫിറ്റും ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 25K അലോട്ട് ചെയ്യണം അല്ലെ? 25, 50, 100 and 75. Okay, so here there are total 5 അല്ലെ? നമുക്ക് ഓൾറെഡി 3 പ്രോസസ് അവിടെ ഉണ്ട്, നമുക്ക് ബാക്കിയുള്ള പാർട്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യണം, അലോട്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ ഹിയർ 25K ആണ്. 25K എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡൈനാമിക് അലോക്കേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്കാൻ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ഫിറ്റ് ആണെങ്കിൽ നമ്മൾ നോക്കി ഓൾറെഡി ഈ 50K ഓൾറെഡി എന്തുണ്ട്, ഒരു പ്രോസസ് ഉണ്ട്. സോ അത് പറ്റില്ല. നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് ഒരു മെമ്മറി എന്ന് പറയുന്നത് 75K ആണ് അല്ലെ? 75K ആണ്. ഈ 75K നമുക്ക് പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഒരു 25K അവിടെ എടുക്കാം അല്ലെ? 75K ആണുള്ളത്, അതിൽ 25K നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോസസ്സിന് കൊടുക്കാം. റെസ്റ്റ് വിൽ ബി 50K അല്ലെ? 75-ല് 25 ആർക്ക് കൊടുക്കാം, ഈ P1 എന്ന് പറഞ്ഞ പ്രോസസ്സിന് കൊടുക്കാം 25K. ഓക്കെ, അവിടെ വേക്കൻറ്റ് സ്പേസ് ഉണ്ടാവും. ഓക്കെ, വേക്കൻറ്റ് സ്പേസ് അവിടെ കിടക്കും. അപ്പൊ നോക്കൂ, കണ്ടോ, 75 എന്നുള്ളതിൽ 25K ഒരു പ്രോസസ്സിന് കൊടുത്തു, നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സിന്. ബാക്കിയുള്ള സ്പേസ് അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അവിടെ ഉണ്ട്. ഔട്ട് ഓഫ് 25 ആണ് നമ്മളിവിടെ 25 കൊടുത്തത്. ഇനി നമ്മൾ അടുത്ത പ്രോസസ്സ് എന്താണ്, 50K പ്രോസസ്സാണ്. ഓക്കെ, 50K പ്രോസസ്സിൽ ഫസ്റ്റ് ഫിറ്റ് എന്ത് ചെയ്യും, ഒന്നും കൂടെ ചെക്ക് ചെയ്യും. ഇവിടെ പറ്റില്ല, ഇവിടെ ഓൾറെഡി പ്രോസസ്സ് വന്നു, ഇവിടെ ഒരു 50K ബാക്കിയുണ്ട്. ഓക്കെ, ആ പൊസിഷനിലോട്ട് വെക്കാൻ പറ്റും.
ഓക്കെ, അപ്പൊ 75K നമ്മൾ എന്തായി സെറ്റ് ചെയ്തു? ഒരു 25 ഫസ്റ്റ് പ്രോസസ്സിന് കൊടുത്തപ്പോൾ ബാക്കി ഒരു 50 അവിടെ വന്നു. ആ 50 നെക്സ്റ്റ് പ്രോസസ്സിന് അലോട്ട് ചെയ്യാം. ഓക്കെ, ഇത് ഡൈനാമിക്കിന്റെ കേസിലാണ് പറയുന്നത്. ഫിക്സഡ് സൈസ്ഡ് പാർട്ടീഷൻ ആണെങ്കിൽ യു കനോട്ട് ഡു ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ് 100 എന്ന് പറയുന്നു. നോക്കൂ, ഈ ഒരു കേസിൽ ഇതാ 50 ഇവിടെ പോയി, 25, 50, 150 പോയി. ഇനി ഇവിടെ ഒരു 175 മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, ആ 175 നമ്മുടെ റിക്വയർമെന്റ് എത്രയാണ്? 100 ആണ്. സോ സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്യുമ്പോൾ 175 ആണ് ബാക്കിയുള്ളത്. അതിൽ നിന്നൊരു 100 പൊസിഷൻ ആർക്ക് കൊടുക്കുക? ഈ പ്രോസസ്സിന് കൊടുക്കുക. 100 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്രയാണുള്ളത്? 75 ആണുള്ളത്. 75 വിൽ ബി എ വേക്കന്റ് സ്പേസ്. ഓക്കെ, 175 എന്ത് കൊടുത്തു? 100 കൊടുത്തു. ആ പ്രോസസ്സിന് എത്രയാണോ വേണ്ടത് അത് കൊടുത്തു. ഇനി ബാക്കിയുള്ളത് ഒരു 75K ആണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ വരുന്ന പ്രോസസ്സ് എത്രയാണ്? 75 ആണ് നെക്സ്റ്റ് വരുന്ന പ്രോസസ്സ്. ഓക്കെ, അപ്പൊ എന്താണ്? ഓൾറെഡി നമുക്കൊരു 75 സ്പേസ് ഇവിടെ ഉണ്ട്. സോ ആ പ്രോസസ്സിന് അവിടെ കൊടുക്കാം. ഓക്കെ, അവിടെ കൊടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 4 പ്രോസസ്സ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള 4 പ്രോസസ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഇവിടെ എൻറ്റയർലി നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റി. വേറെ ഒരു യൂസ്ലെസ് സ്പേസ് നമുക്കില്ല. കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായി. ഈ ഫില്ലിംഗ് എങ്ങനെയാണ് വന്നത്? ഡൈനാമിക്കിന്റെ കേസിലായതുകൊണ്ട് വേക്കൻറ്റ് സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിന്ന് എടുത്തെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഫില്ല് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്ത് ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? മനസ്സിലായോ? ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഫിക്സഡ് പാർട്ടീഷന്റെ കേസാണ് പറഞ്ഞത്. അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾക്ക് ഡൈനാമിക്കിന്റെ കേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ ഡിവൈഡ് ഇറ്റ് ആൻഡ് ഗിവ് ടു ദ പ്രോസസ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പാർട്ടീഷൻ ചെയ്തത് ക്ലിയർ ആണോ? വെരി ഗുഡ് ബോയ്സ്. Okay. So next is best fit algorithm. Best fit same partition ആണ്. 50 ഉണ്ട്, ഒരു 75 ഉണ്ട്, സെയിം പാർട്ടീഷൻ. 50 അവിടെ ഒരു പ്രോസസ്സിന് കൊടുത്തു. 75 is vacant. 150 given to another process. 175 is vacant. 300 already allotted. അപ്പൊ നമുക്ക് 75 ഉണ്ട്, 175 ഉണ്ട് അല്ലെ? ബെസ്റ്റ് ഫിറ്റ് അൽഗോരിതം എന്താ ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് സ്കാൻസ് ത്രൂ ഔട്ട് ദ ലൊക്കേഷൻ അല്ലെ? സ്കാൻ ചെയ്യും. അപ്പൊ ഇവിടെ ഒരു ടോട്ടലി ഒരു 75 ഉണ്ട് അല്ലെ? സ്കാൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് 50K പറ്റില്ല. ഇവിടെ ഒരു 75 ഫ്രീ ആണ്. സോ അതിൻ്റെ അകത്ത് നിന്ന് സിമിലർലി എന്ത് ചെയ്യും? ഒരു 25 എടുക്കും. 75 25K എടുത്തിട്ട് ആ പ്രോസസ്സിന് അവിടെ കൊടുക്കും. ബാലൻസ് ഈസ് 50K. ഓക്കെ, സോ അവിടെ വെച്ചു. നെക്സ്റ്റ് 50K റിക്വയർമെന്റ് തന്നെ വന്നു. ഓക്കെ, ഇപ്പൊ 100 ആണെങ്കിൽ അവർ ഇവിടെ പറ്റില്ല, ഇവിടെ നോക്കി തന്നെ. ഇപ്പൊ 50 ആണ് വന്നത്. 50 തന്നെ വന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇറ്റ് വിൽ സ്കാൻ ഓൾ ദ ലൊക്കേഷൻ. അതിൽ 50K കറക്റ്റ് ആയിട്ട് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. സോ ഇറ്റ് വിൽ ബി അലോട്ടഡ്. ഓക്കെ, സ്കാൻ ചെയ്യുമ്പോൾ ഫുൾ സ്കാൻ ചെയ്യും ബെസ്റ്റ് ഫിറ്റിൽ. ഫസ്റ്റ് ഫിറ്റിന്റെ കേസിൽ ഫുൾ സ്കാൻ ഇല്ല. ഓക്കെ, ഫസ്റ്റ് കാണുന്നവർക്ക് സ്പേസ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി അലോക്കേറ്റഡ്. അപ്പൊ ഇവിടെ ഫുൾ സ്കാൻ ചെയ്യുമ്പോൾ 175 ഉണ്ട്, ഇവിടെ 50 ഉണ്ട്. നമ്മുടെ റിക്വയർമെന്റ് എത്രയേ ഉള്ളൂ? 50 ആണ്. സോ അത് ഇവിടെ തന്നെ അങ്ങ് കൊടുക്കും. നെക്സ്റ്റ് 100 എന്ന് പറയുമ്പോൾ ത്രൂ ഔട്ട് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്യുമ്പോൾ ആകെ നമുക്ക് എന്താ ഉള്ളത്? ഈ ഒരു 175 ലൊക്കേഷനാണ് ഉള്ളത്. അതിൽ 100 എന്ത് ചെയ്യണം? 175 സ്പ്ലിറ്റ് ചെയ്യണം. 100 ആയി കൊടുക്കുക, 75 ആയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ 100 അവിടെയായി. ഇനി 75 ത്രൂ ഔട്ട് സ്കാൻ ചെയ്യുമ്പോൾ ആകെ ഒരു ഫ്രീ സ്പേസ് ഇതാണ്. ഓക്കെ, 75 എന്ത് ചെയ്തു? അവിടെ അക്കോമഡേറ്റ് ആയി. സോ എല്ലാ പ്രോസസ്സും എന്തായി? അക്കോമഡേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഹിയർ ഓൾസോ സാറ്റിസ്ഫൈഡ്. അതാണ് ഞാൻ പറഞ്ഞത്. സം ക്വസ്റ്റ്യന്റെ കേസിൽ ഫസ്റ്റ് ഫിറ്റും ബെസ്റ്റും നിയർ ടു നിയർ പെർഫോമൻസ് ആയിരിക്കും. ഇപ്പൊ ഇവിടെയാണെങ്കിൽ ഏത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും എന്താണ്? സെയിം റിസൾട്ട് ആണ്. ഓക്കെ, ബോത്ത് ക്യാൻ പെർഫോം ആൻഡ് ഓൾ ദ പ്രോസസ് ക്യാൻ ബി അലോട്ടഡ്. ഓക്കെ, അപ്പോ ബെസ്റ്റ് ഫിറ്റ് അൽഗോരിതം ത്രൂ ഔട്ട് സ്കാൻ ചെയ്യും അല്ലെ? ഈ ഒരു ലൊക്കേഷൻ കംപ്ലീറ്റ് സ്കാൻ ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം കമ്പയർഡ് ടു ഫസ്റ്റ് ഫിറ്റ്. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പെർഫോമൻസ് വൈസ് ബോത്ത് ആർ ഈക്വൽ ഹിയർ ഇൻ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അവർ ടൈം കൂടുതൽ എടുക്കുക എപ്പോഴും ആർക്കാണ്? ബെസ്റ്റ് ഫിറ്റിനാണ്. കാരണം ബെസ്റ്റ് ഫിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ത്രൂ ഔട്ട് ദ പാർട്ടീഷൻ സ്കാൻ ചെയ്യുന്നുണ്ട്. വേഴ്സ്റ്റ് ഫിറ്റും ചെയ്യും, സ്കാൻ ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ട് ഇവിടെ എന്താണ്? ഫുൾഫിൽ ചെയ്തു ഫുൾ റിക്വയർമെന്റ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഡൈനാമിക് ചെയ്യുക. ഏതാണോ വരുന്ന പ്രോസസ്സ് അതിനനുസരിച്ച് മെമ്മറി ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി അലോട്ടഡ്. ഓക്കെ, ഇനി എന്തെങ്കിലും വേക്കന്റ് സ്പേസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ ആണ്. എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ അവിടെ വരുന്നുള്ളൂ. ഓക്കെ, മറ്റടുത്ത് നമുക്ക് എന്താണ്? ആ ഒരു ബ്ലോക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. അവിടെ ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ ആണ്.
ഓക്കെ, ഈ ഒരു കേസിൽ ഇറ്റ് ഈസ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ. ക്ലിയർ ആണോ? ഡൈനാമിക്കിന്റെ കേസിൽ എങ്ങനെ അലോട്ട് ചെയ്യുന്നത് ക്ലിയർ ആണോ? മനസ്സിലായോ? ക്ലിയർ? അഭിഷേക്, സെജൽ, ഋതുൽ, മിൻഹാജ്, സാരംഗ്, തേജ. Okay. So now it is page replacement algorithm. Okay. അതൊരു പ്രോബ്ലത്തിന് ജസ്റ്റ് എന്തിനാണ് പേജ് റീപ്ലേസ്മെന്റ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. റെസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ വിൽ ഡിസ്കസ് ടുമാറോ. ഓക്കെ, പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം. ഇതിന്റെ ഇടയിൽ വരുന്നത് ഒരു വെർച്വൽ മെമ്മറിയുടെ തിയറി ആണ്. അതിൽ നിന്ന് ഞാൻ പറഞ്ഞു ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വാട്ട് ഇസ് വെർച്വൽ മെമ്മറി, കോൺസെപ്റ്റ് ഓഫ് വെർച്വൽ മെമ്മറി, വാട്ട് ഇസ് ഡിമാൻഡ് പേജിംഗ്, ഓക്കെ, പേജ് ഫോൾട്ട്, വാട്ട് ഇസ് പേജ് ഫോൾട്ട് ആൻഡ് ഹൗ യു ക്യാൻ ഐഡന്റിഫൈ എ പേജ് ഫോൾട്ട്. ഓക്കെ, പേജ് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ആ തിയറി പോർഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. സോ ദാറ്റ് ഐ വിൽ ഗിവ് ഇറ്റ് ആസ് വീഡിയോ ആൻഡ് ദ പ്രോബ്ലം വിൽ ഡിസ്കസ് ഇൻ ദ ക്ലാസ്. ഓക്കെ, തിയറി ഈസ് വെരി വെരി സിമ്പിൾ. ഓക്കെ, അപ്പം 3 ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെച്ചോളാം. കോൺസെപ്റ്റ് ഓഫ് വെർച്വൽ മെമ്മറി, ഓക്കെ, വാട്ട് ഈസ് ഡിമാൻഡ് പേജിംഗ്, വാട്ട് ഹാപ്പൻസ് വെൻ എ പേജ് ഫോൾട്ട് ഒക്കേഴ്സ്. ഒരു പേജ് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് പേജ് ഫോൾട്ട് ആൻഡ് വാട്ട് ഹാപ്പൻസ് വെൻ എ പേജ് ഫോൾട്ട് ഒക്കേഴ്സ്. അത്ര ഒരു 3 ക്വസ്റ്റ്യൻ മാത്രം വരുന്ന ഒരു ടോപ്പിക് ആണ്. സോ അതിൽ വരുന്നതാണ് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം. ഓക്കെ, പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം മീൻസ് സി this is logical memory, page table is there, physical memory. Okay, physical memory ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ കുറേ പേജസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഹിയർ ഇപ്പൊ ഒരു പ്രോസസ്സ് യൂസ് ചെയ്യണ പേജസ് ഏതാണ് അതവിടെ വാലിഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഓരോ പ്രോസസ്സിനും പേജ് ടേബിൾ ഉണ്ടാവും. സോ കറന്റ് പ്രോസസ് ഏതാണോ യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ പേജ് ആണോ യൂസ് ചെയ്യണത്, ദാറ്റ് വിൽ ബി ഇൻഡിക്കേറ്റഡ് വിത്ത് വാലിഡ് ബിറ്റ്, അതേഴ്സ് വിൽ ബി ഇൻവാലിഡ്. ഇവിടെ നമുക്ക് 3 എണ്ണമാണ് ഉള്ളത് അല്ലെ. പേജ് 0, പേജ് 0ൽ എന്താ ഉള്ളത്? എ എന്ന് പറഞ്ഞ കണ്ടന്റ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ഫ്രെയിം 4. നോക്കൂ, ഫ്രെയിം 4ലാണ് എ എഴുതിയിട്ടുള്ളത്, കണ്ടോ? അതുപോലെ 2ല് പേജ് 2ൽ എന്താ ഉള്ളത്? സി. ഓക്കെ, ദാറ്റ് ഈസ് ഗിവൺ ഇൻ ഫ്രെയിം 6. നോക്കൂ, 6 എന്ന് പറഞ്ഞതിലാണ് സി കൊടുത്തിട്ടുള്ളത്. അടുത്തത് നെക്സ്റ്റ് എന്താണ്? പേജ് 5. പേജ് 5ൽ എന്താ ഉള്ള കണ്ടന്റ്? എഫ് ആണ്. എഫ് എവിടെയാ കൊടുത്തേ? ഫ്രെയിം 9ലാണ് എഫ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും പേജസ് ആണ് ഇപ്പം ഫിസിക്കൽ മെമ്മറിയിൽ ഉള്ളത്. ഓക്കെ, സോ വാട്ട് ഇസ് പേജ് ഫോൾട്ട്? നമ്മളൊരു പ്രോസസ്സ് ഒരു പേജിന് വേണ്ടിയിട്ട് നോക്കുന്നു. ഓക്കെ, ഇപ്പം ചില പ്രോഗ്രാമിൽ ഇപ്പം വലിയ പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇപ്പൊ കുറെ എറേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാം. അതിൽ എല്ലാ എററും വരണം നിർബന്ധമില്ല. ബട്ട് വി ആർ റൈറ്റിംഗ് ദ കോഡ്, എറർ സംടൈംസ് ഇറ്റ് വിൽ ബി ഒക്കേർഡ് അല്ലെ. അപ്പൊ എന്താണ്, അപ്പൊ എററിന്റെ ഫുൾ കോഡും എല്ലാ പ്രാവശ്യവും മെയിൻ മെമ്മറിയിൽ വെക്കേണ്ട ആവശ്യമില്ല. കാരണം എറർ വല്ലപ്പോഴേ വരുള്ളൂ അല്ലെ, വല്ലപ്പോഴും മാത്രമേ എറർ ജനറേറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് എററിന്റെ ഒരു 100 ലൈൻ കോഡ് ഓൾവേസ് നമ്മൾ മെയിൻ മെമ്മറിയിൽ വെക്കില്ല. കാരണം എന്താ, മെയിൻ മെമ്മറി ലിമിറ്റ് ആണ്, സൈസ് ലിമിറ്റേഷൻ ഉണ്ട്. സോ വി ഹാവ് ടു എന്താണ് പുട്ട് ഇറ്റ് ബാക്ക്. ആവശ്യമുള്ളപ്പോൾ മാത്രം എന്ത് ചെയ്യുക, ആ പേജിനെ കൊണ്ടുവരിക. അപ്പൊ ഒരു എറർ വന്നിട്ടുണ്ടെങ്കിൽ ആ എറർ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോഡ് കൊടുക്കാം. അല്ലാതെ എല്ലാ എറേഴ്സിന്റെ കോഡ്സും അങ്ങനെ അധികം ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യാത്ത ആൾക്കാരെ നമ്മൾ മെയിൻ മെമ്മറിയിൽ വെക്കില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, അതിന് സെക്കൻഡറി മെമ്മറിയിലാണ് ഉണ്ടാവുക, അതിനെ പിടിച്ച് ലോഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ബേസിക്കലി പറയുകയാണെങ്കിൽ അത് എററിന്റെ ഒക്കെ കോഡുകളാണ്. എറർ കോഡ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ 100,000 എറർ കോഡ്സ് ഉണ്ടാവും. സോ ആ എറർ കോഡ്സ് ഒന്നും ഫുൾ ആയിട്ട് നമ്മൾ ഇവിടെ വെക്കില്ല, മെയിൻ മെമ്മറിയിൽ വെക്കില്ല. ഓക്കെ, ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിമാൻഡ് ഇറ്റ് വിൽ ബി ലോഡഡ്. ഓക്കെ, ദാറ്റ് ഇസ് ഡിമാൻഡ് പേജിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ എറേന്റെ ഒക്കെ കേസിൽ നമ്മൾ എറേന്റെ സൈസ് ഡിക്ലെയർ ചെയ്യുന്നു 100 എന്ന് പറഞ്ഞിട്ട്. ബട്ട് ആക്ച്വലി വിൽ ബി യൂസിങ് 10 എലമെന്റ്സ് ഇൻ ദാറ്റ് എറേ. 10 എലമെന്റ് ഒക്കെ എൻ്റർ ചെയ്യുള്ളൂ. പക്ഷെ മാക്സിമം സൈസ് നമ്മൾ 100 കൊടുക്കും. ദാറ്റ് ഈസ് 100 ലൊക്കേഷനും അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ബട്ട് വിൽ ബി യൂസിങ് 10 or 11 എലമെന്റ്സ്. അങ്ങനത്തെ കേസിൽ അപ്പൊ മെമ്മറി വേസ്റ്റേജ് വരും. സോ അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം നമ്മൾ മെയിൻ മെമ്മറിയിൽ വെക്കുള്ളൂ. അല്ലാത്തത് നമുക്ക് എപ്പോഴാണോ ഡിമാൻഡ് ഉള്ളത് അറ്റ് ദാറ്റ് ടൈം യു ക്യാൻ ലോഡ്. ഓക്കെ, അതാണ് ഡിമാൻഡ് പേജിങ്. സോ എന്താണ് പേജ് ഫോൾട്ട്? ഇപ്പൊ നമ്മളൊരു പേജിന് വേണ്ടി ചെക്ക് ചെയ്യാണ്. ഓക്കെ, ഒരു പേജിന് വേണ്ടിയിട്ട് നോക്കുമ്പം ഇഫ് ദാറ്റ് പേജ് ഇസ് നോട്ട് ദെയർ ദെൻ ഇറ്റ് ഈസ് പേജ് ഫോൾട്ട്. ഓക്കെ, ഒരു പേജ് ആക്സസ് ചെയ്യാൻ നോക്കുമ്പം
ഒരു പ്രോസസ്സ് ഒരു പേജ് ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ ഇഫ് ദാറ്റ് പേജ് ഇസ് നോട്ട് ദെയർ ഇൻ ദ ഫിസിക്കൽ മെമ്മറി, ഓക്കെ, ദെൻ എ പേജ് ഫോൾട്ട് ഒക്കേഴ്സ്. അതിനെയാണ് പേജ് ഫോൾട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു പേജ്, ഓക്കെ, നമ്മൾ എന്താണ് പേജസ് ആക്കി ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു. ആ പേജ്, ഒരു പ്രോസസ്സിന് വേണ്ട പേജ് ഇഫ് ഇറ്റ് ഇസ് ദെയർ ഇൻ മെമ്മറി ഓർ നോട്ട്, അത് ചെക്ക് ചെയ്യണം. ഓക്കെ, ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ യൂസ് ഇറ്റ്, അതർവൈസ് ഇറ്റ് ഹാസ് ടു ബി ലോഡഡ് ഫ്രം സെക്കൻഡറി മെമ്മറി. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പം ഇഫ് ഇറ്റ് ഇസ് നോട്ട് ദെയർ ദെൻ ദർ ഒക്കേഴ്സ് എ പേജ് ഫോൾട്ട്. ഓക്കെ, അപ്പൊ പേജ് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുക? നോക്കൂ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഇൻസ്ട്രക്ഷൻ വന്നു. ഓക്കെ, ഒരു ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സോ അത് നോക്കി, ആ ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള പേജ് നോക്കി. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് പേജ് ടേബിളിൽ പോയി നോക്കി. ഓക്കെ, പേജ് ടേബിളിൽ നോക്കുമ്പോൾ അതിന്റെ ബിറ്റ് എന്താണ്? ഇൻവാലിഡ് ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് നോട്ട് ദെയർ. ഇൻവാലിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ദെയർ ഇൻ ദ പ്രൈമറി മെമ്മറി. സോ ഇൻവാലിഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി എൻ എറർ ഓർ ട്രാപ്പ് ടു ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ഒരു ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യാണ്, CPU ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യാണ്. സോ അതിൽ എന്ത് ചെയ്യുന്നു? ആ പ്രോസസ്സിന് വേണ്ട പേജ് ഉണ്ടോ നോക്കി, പേജ് ഇല്ല, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഇൻവാലിഡ്. സോ ഇറ്റ് ഈസ് എ ട്രാപ്പ് ടു ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മനസ്സിലായി, ഓക്കെ, ആ പേജ് അവിടെ ഇല്ല, ഇറ്റ് ഈസ് ഇൻവാലിഡ് ആയിട്ടാണ് കാണിക്കുന്നത്. സോ ദാറ്റ് പേജ് ഹാസ് ടു ബി ലോഡഡ് എന്ന് മനസ്സിലായി. സോ സ്റ്റെപ്പ് 3 ഈസ് പേജ് സെക്കൻഡറി മെമ്മറിന്ന് അല്ലെങ്കിൽ ബാക്കിംഗ് സ്റ്റോറിൽ നിന്ന് എന്ത് ചെയ്യും? പേജിനെ എടുക്കും. ഓക്കെ, പേജിനെ ആക്സസ് ചെയ്യും. ആ പേജിനെ എവിടെ വെക്കും? പ്രൈമറി മെമ്മറിയിൽ കൊണ്ടുപോയി വെക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, കാരണം പ്രൈമറി മെമ്മറിയിൽ വെച്ചാലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ സെക്കൻഡറിന്ന് എവിടെ വെക്കും? പ്രൈമറിയിൽ വെക്കും. പ്രൈമറിയിൽ ഫ്രീ ഫ്രെയിം എവിടെയാണോ അവിടെ വെക്കും. അവിടെ വെച്ചിട്ട് ദെൻ പേജ് ടേബിൾ ഹാസ് ടു ബി അപ്ഡേറ്റഡ്. എന്താണ് ഈ ഫ്രെയിമിന്റെ നമ്പർ? ഇതിപ്പോ 4 1 2 3 3 ആണെങ്കിൽ 3 ആൻഡ് ദ ബിറ്റ് ഷുഡ് ബി വാലിഡ്. പേജ് ടേബിൾ അപ്ഡേറ്റ് ചെയ്യാം ആ പ്രോസസ്സിന്റെ. കാരണം എന്താ? 3 എന്ന് പറഞ്ഞിട്ട് പേജ് ഫ്രെയിം നമ്പറും അതുപോലെ ബിറ്റ് ഷുഡ് ബി അപ്ഡേറ്റഡ് ആസ് വാലിഡ് വി. ഓക്കെ, ദെൻ അത് അപ്ഡേഷൻ ചെയ്തതിന് ശേഷം യു ക്യാൻ റീസ്റ്റാർട്ട് ദ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഇപ്പോൾ എന്താണ് സ്റ്റെപ്സ്? വെൻ ഒരു ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യുമ്പോൾ അതിന്റെ റെഫറൻസ് ആയിട്ട് അതിന് കുറെ പേജസ് അല്ലെ കുറെ പ്രോസസ് ആവശ്യമുണ്ടാവും, കുറെ പേജ് ആവശ്യമുണ്ടാവും. ആ പേജസ് പേജ് ടേബിൾ ഉണ്ടോ നോക്കി പെർട്ടിക്കുലർ പ്രോസസ്സിന്റെ. ഇറ്റ് ഈസ് നോട്ട് ദെയർ, ദെൻ ഇറ്റ് ഈസ് എ ട്രാപ്പ്. ട്രാപ്പ് ആണെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി taken from primary memory, secondary memory, put it into primary memory, update the page table, then restart the instruction. So ഇതാണ് steps in handling a page fault. Okay, ഒരു പേജിന് വേണ്ടി നോക്കുമ്പോൾ പേജ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇൻവാലിഡ് ആയിട്ടാണ് കാണിക്കുന്നതെങ്കിൽ then occurs a page fault. പേജ് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? അതിനാണ് ഈ ഫിഗർ. There are 6 steps to handle a page fault. ഓക്കെ, അപ്പൊ ഇവിടെ ഫ്രീ ഫ്രെയിം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ വെക്കാം. സപ്പോസ് ദർ ആർ നോ ഫ്രീ ഫ്രെയിംസ്, ഫ്രീ ഫ്രെയിം ഇല്ല, മെമ്മറി ഫുൾ ആണ്. സോ എന്ത് ചെയ്യേണ്ടി വരും? ഒരു ഫ്രെയിം എന്ത് ചെയ്യേണ്ടി വരും? ചേഞ്ച് ചെയ്യേണ്ടി വരും. അതായത് സ്വാപ്പ് ചെയ്യണം. ഇവിടെയുള്ള ഡാറ്റനെ ഏതെങ്കിലും ഒരു പേജ് ഫ്രെയിമിനെ എടുത്ത് മാറ്റിയിട്ട് സെക്കൻഡറിയിൽ വെച്ചിട്ട് വേണം പുതിയ ഫ്രെയിമിനെ കൊണ്ടുവെക്കാൻ, അല്ലേ? കാരണം എന്താ? പ്രൈമറി മെമ്മറി ഫുൾ ആയി കഴിഞ്ഞാൽ യു കനോട്ട് ലോഡ്. അപ്പൊ എന്ത് ചെയ്യണം? ഫിസിക്കൽ മെമ്മറിയിലെ ഏതെങ്കിലും ഒരു ഫ്രെയിമിനെ റിമൂവ് ചെയ്യുക, സ്വാപ്പ് ചെയ്യുക to secondary and put that page, നിങ്ങൾക്ക് ആവശ്യമുള്ള പേജിനെ പ്രൈമറിയിലോട്ട് വെക്കുക. So for that you have to perform some page replacement algorithm. അതാണ് വെറുതെ ഫസ്റ്റ് കാണുന്ന പേജിനെ കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. There has to be some algorithm or technique. Okay, based on that you can replace. അതിനാണ് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം എന്ന് പറയുന്നത്. So you have to study 3 page replacement algorithm. മനസ്സിലായോ? പേജ് ഫോൾട്ട് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സ്റ്റെപ്സ് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പൊ ഇവിടെ ഫ്രീ ഫ്രെയിം ഉള്ളത് കൊണ്ടാണ് വെച്ചത്. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പെർഫോം സം പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം. സോ ഫോർ ദാറ്റ് യു ഹാവ് ടു സെലക്ട് വൺ ഫ്രെയിം that has to be moved back to secondary. ഇവിടെ നിന്ന് ഒരു ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് വേണം അതിനെ മാറ്റാൻ വേണ്ടിയിട്ട്. സോ അതിനാണ് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? വാട്ട് ഈസ് പേജ് ഫോൾട്ട്? എന്തിനാണ് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം എന്ന് മനസ്സിലായോ? ക്ലിയർ ആണോ? ആരൊന്നും പറയാത്തത്? Is it clear? What is page fault? What is the need of page replacement algorithm? Clear ആണോ? Anupama, Nandita, okay. Others? Rafi, Arpit, Abhishek, okay, Sevin, Mithun, Vidya.
Others, Aromal, Anuja, Shafiq, Nabil, Prince, Yadav, Vaishna, Vishnu, Tulasi. Okay, so 3-page replacement algorithm. One is first in, first out, FIFO algorithm, LRU, least recently used algorithm, optimal page replacement algorithm. ഈ 3 അൽഗോരിതത്തിന്റെ ടെക്നിക്കും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു സെക്ഷനിൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് വിൽ cover it in the next class tomorrow. Okay, അതും series exam question paper നമുക്ക് നാളെ നോക്കാം, and we will start with 5th module also. Okay, so attendance: Ashish, Abhinav, Abhishek, Aditya, Aishwarya, okay, Akhil CV, Akhil K, Amal, Akhil K absent ആണോ? Akhil K absent. Amal, Amina, Anaina, Anirudh, Anjita, Anuja, Anupama, Aromal, okay, Arpit, Arundat, Ashwin, Fasna, Fatima Tramshada, Hrudul, wait. Jarish, okay, Khadija, Ligit, Mariam Liana, Mithun, Nasif, Rasi, Minhaj, Nihal, Sali, Shafiq, Nabil, Nanda, Nandita, Nivedya, Nuha, Prince, Rishikesh, Riswin, Ritik, Rohit, Safil, Sankirtana, Sarang, Sejal, Sevin, Shabin, Sishaj, Tanusri, Teja, Tulasi, absent, okay, Vaishnavi, Vishnu, Vaishna, Yadav, Anish and Amal. Anish. So absent is Akhil K, Nihal, Nuha. Okay, 3 absentees. Okay. Okay, thank you.